എല്ലാവർക്കും നമസ്കാരം. ഞാൻ വരുൺ. വീൽസ് ആൻഡ് സ്പിൻസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഓഗസ്റ്റ് 1 ഇന്ത്യയിൽ ലോഞ്ച് ആവാൻ പോകുന്ന നിസാൻ്റെ ഏറ്റവും പുതിയ എക്സ്ട്രയിലാണ്. എക്സ്ട്രയിൽ ഇപ്പോൾ ഇന്ത്യയിലോട്ട് വരാൻ പോകുന്ന ഒരു CPU യൂണിറ്റ് ആയിട്ടാണ്. അതായത് കംപ്ലീറ്റ് ആയിട്ട് മാനുഫാക്ചർ ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് എക്സ്ട്രയിൽ ഇന്ത്യയിലോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വാഹനം ഇവിടെ ദുബായിൽ വെച്ച് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളോട്ട് ഞാൻ ഇന്ന് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ കാറ് കാണുന്ന സമയത്ത് അത്യാവശ്യം നല്ല അഗ്രസീവ് ആയിട്ടുള്ളൊരു ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബോണറ്റ് കാണാം. നിസാൻ്റെ ആ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ആ ഒരു വി ഷേപ്ഡ് ആയിട്ടുള്ള ഗ്രില്ല് നിങ്ങൾക്ക് കാണാം. അതൊക്കെ ക്രോം ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. നിസാൻ്റെ ആ പുതിയൊരു ലോഗോ നിങ്ങൾക്ക് അവിടെ കാണാം. താഴെ ഒരു ബമ്പർ ലിപ്പ് കാണാം. അതൊരു സിൽവർ ഫിനിഷിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ചെറിയ 2 ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലൈറ്റിൻ്റെ സൈഡിലോട്ട് വരികയാണെങ്കിൽ 2 സ്ലോട്ടായിട്ടാണ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ നിങ്ങൾക്കൊരു DRLും അതുപോലെ ഒരു ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. അത് ഒരു LED പ്ലസ് ഹാലോജൻ രണ്ടിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു പോർഷനൊക്കെ വന്നിട്ടുള്ളത്. തൊട്ട് താഴെയായിട്ട് നമുക്ക് നമ്മുടെ ഹെഡ് ലാമ്പ്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെയാണ് നമ്മുടെ ലോ ബീമും ഹൈ ബീമും ഒക്കെ വരുന്നത്. അപ്പോൾ കാണുന്ന സമയത്ത് നല്ല ഒരു ഷാർപ്പായിട്ടുള്ള ഭയങ്കര ഒരു കുറച്ചും കൂടി ഒരു നമ്മുടെ നിസാൻ പെട്രോളിനൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഡിസൈനും എലമെൻ്റൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ചെറിയൊരു എയർ വെൻ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്രേ കളർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. കുറച്ചും കൂടി ഒരു ബ്ലാക്ക് ഇല്ലെങ്കിൽ ഒരു സിൽവർ ഫിനിഷൊക്കെ ആണെങ്കിൽ നല്ല രസം ഉണ്ടാകുന്നത് തോന്നുന്നു. സൈഡിലോട്ട് വരികയാണെങ്കിൽ ഒരു 19 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൻ്റെ മുകളിലൊക്കെ ഒരു ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിട്ടുള്ളൊരു വീൽ ആർച്ചസ് ഒക്കെ കാണാം. അതിങ്ങനെ ബാക്കിലോട്ട് നീണ്ടു വെക്കുന്നതായിട്ട് കാണാം. അതിൻ്റെ മുകളിൽ ചെറിയൊരു സിൽവർ സ്ട്രിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കാണാൻ വേണ്ടി രസമുണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു ബ്ലാക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു മിറർ കാണാം. ഇതൊരു ഡുവൽ ടോൺ കളർ വരുന്നൊരു കാറാണ്. മുകളിൽ ബ്ലാക്കും താഴെ ഗ്രേ ആണ് വന്നിട്ടുള്ളത്. ഇവിടെ മിററിൽ തന്നെയാണ് ഇൻഡിക്കേറ്റർ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് ചെറിയൊരു 360 ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓട്ടോ ഫോൾഡ് അതുപോലെ പവർ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു മിറർ തന്നെയാണ്. സൈഡിലോട്ട് നോക്കുകയാണ സമയത്ത് നമുക്ക് വീണ്ടും ആ ഒരു സിൽവർ ഫിനിഷ് ഈ നമ്മുടെ ഡോറിൻ്റെ മുകളിലും അതായത് വിൻഡോയുടെ മുകളിലോട്ടൊക്കെ അങ്ങനെ റൺ ചെയ്ത് പോകുന്നതാണ്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മുടെ ഒരു റെയിലും കാണാം സിൽവർ ഫിനിഷിൽ കൊടുത്ത്. അതൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മുകളിൽ നമ്മുടെ പനോറാമിക് സൺറൂഫും കാണാം. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതലായിട്ട് വണ്ടിയുടെ അകത്തിരുന്ന് സംസാരിക്കാം. നമ്മുടെ ഒരു ബോഡി കളറാണ് ഇതിൻ്റെ ഡോർ ഹാൻഡിൽ വരുന്നത്. റിക്വസ്റ്റ് സെൻസറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു മാറ്റ് ഫിനിഷിൽ ഒരു ബ്ലാക്ക് കളറിലാണ് ഈ ഒരു വീൽ ആർച്ച് കൊടുത്തിട്ടുള്ളത്. ടെയിൽ ലാമ്പൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഷാർപ്പായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വിൻഡോ കുറച്ച് വിസിബിലിറ്റി കുറവാണെന്നൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിലും കൂടെ ആൾക്കാർ ഇരുന്ന് കഴിഞ്ഞാൽ അതായത് ഇതൊരു 3 റോ വരുന്നൊരു കാറാണ്. ബാക്കിലും കൂടെ ആൾക്കാർ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വിസിബിലിറ്റിക്ക് ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ഫ്രണ്ടിലുള്ള ഒരു മിറർ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്യാമറ ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ നിസാൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. എക്സ്ട്രയിൽ നിന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടെയിൽ യൂണിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല അഗ്രസീവായിട്ടുള്ളൊരു ടെയിൽ യൂണിറ്റാണ്. എൻ്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുള്ള ഒരു ബമ്പർ കാണാം. അതിൻ്റെ മുകളിലൂടെ ഒരു സിൽവർ ഫിനിഷിങ് തന്നെ റൺ ചെയ്യുന്നതാണ്. അത്യാവശ്യം നല്ല ബൾജി ആയിട്ടുള്ളൊരു ബമ്പർ തന്നെയാണ് ഈ കാറിന് കൊടുത്തിട്ടുള്ളത്. തൊട്ട് താഴെയായിട്ട് ഒരു 2 റിഫ്ലക്റ്റേഴ്സ് നിങ്ങൾക്ക് കാണാം. ഇവിടെ നമ്മൾ എക്സോസ് പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എക്സ്ട്രയിലിൻ്റെ ഓവറോൾ ഡയമെൻഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 4680 mm ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. വീൽ ബേസ് 2705 mm ആണ് വീൽ ബേസ് വരുന്നത്. വിഡ്ത്ത് വരുന്നത് 1840 mm ആണ്. ഈ വാഹനത്തിൻ്റെ ഹൈറ്റ് 1725 mm ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ട്രങ്കിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇവിടെ ഒരു 1 ടച്ച് ബൂട്ട് ഓപ്പണർ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ബൂട്ട് വരുന്നത്. ഇതിൻ്റെ തൊട്ട് താഴെ ഒരു സ്പെയർ വീല് വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് സ്പേസ് കുറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. കാരണം ഈ 3rd റോ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ 3rd റോ അങ്ങ് മടക്കിയിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ബൂട്ട് സ്പേസ് ഈ വാഹനത്തിൽ കിട്ടും. നമുക്കൊരു 50-50 സ്പ്ലിറ്റിൽ ഈ 3rd റോ മടക്കാൻ പറ്റും. 3rd റോ അത്യാവശ്യം കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു സ്പേസ് തന്നെയാണ് ഈ കാറിൽ. നമ്മുടെ 2nd റോ ഒരു 40-20-40 ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതും ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ബൂട്ട് സ്പേസ് കൂടുതലായിട്ട് ഈ കാറിൽ കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയാൻ പറ്റും. നമുക്കിതങ്ങ് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കാറിൻ്റെ അകത്ത് പോയിട്ട് അകത്തുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. വാ. അപ്പോൾ റിക്വസ്റ്റ് സെൻസർ ഉണ്ട്. ഡോർ തുറന്നു. ഡുവൽ ടോൺ ആണ് ഇതിൻ്റെ ഡോർ പാഡ് വരുന്നത്. ഒരു ബ്ലാക്കും ഒരു ബീജും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതൊക്കെ ഒരു നല്ലൊരു ലെതർ ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിലൊരു പ്ലാസ്റ്റിക് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ടിപ്പിക്കൽ ഒരു നിസാനിൽ കണ്ടുവന്നിട്ടുള്ള ഒരു സ്വിച്ചസൊക്കെയാണ്. ഇവിടെ ഒരു ചെറിയ ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സ്പീക്കറിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ അവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ വണ്ടിയുടെ അകത്തോട്ട് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു വലിയൊരു 12.3 ഇഞ്ചിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പീഡോമീറ്റർ, ടാക്കോമീറ്റർ, നമ്മുടെ ഫ്യൂവൽ ഗേജ്, നമ്മുടെ ഗിയറിൻ്റെ പൊസിഷൻ ഇൻഡിക്കേറ്റർ, അതുപോലെ കാറിൻ്റെ ഹെൽത്ത് കണ്ടീഷൻസ്, നമ്മുടെ ടയർ പ്രഷർ മോണിറ്ററിങ്, അതുപോലെ നമ്മുടെ
ഓഡോമീറ്റർ, സ്പീഡ്, ആവറേജ് സ്പീഡ്, നമ്മുടെ ഫ്യൂവൽ ടു എംടി, അങ്ങനെ കുറേ പരിപാടികൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫോൺ പെയർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഇൻഫർമേഷൻസ്, മെസ്സേജ് വരുന്നത്, ഫോൺ വരുന്നത്, ആ ഒരു ഇൻഫർമേഷൻസൊക്കെ ഇതിൻ്റെ ഈ സെൻട്രൽ പോർഷനിൽ കാണാൻ പറ്റും. മൊത്തമായിട്ട് ഇതൊരു TFT സ്ക്രീനാണ് വരുന്നത്. പഴയതുപോലെ അനലോഗും പരിപാടികളൊന്നും വരുന്നില്ല. ഇതൊക്കെ കാണാൻ പറ്റും, നല്ല രസമുണ്ട്. ഈ കാരണം ഒരു ഹെഡ്സപ്പ് ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു AC-യുടെ കൺട്രോൾസ് കാണാം. നോബും അതുപോലെ ടച്ചും രണ്ടും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളൊരു AC കൺട്രോളാണ് വന്നിട്ടുള്ളത്. ഇതൊരു മൾട്ടി സോൺ AC സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. ഇവിടെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. അതായത് നമുക്ക് ഡ്രൈവർക്കും അതുപോലെ നമ്മുടെ പാസഞ്ചറിനും വേണ്ട രീതിയിൽ AC ക്രമീകരിക്കാനുള്ളൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഒരു 8 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് ആൻഡ്രോയിഡ് ഓട്ടോ അതുപോലെ ആപ്പിൾ കാർപ്ലേ പോലുള്ള പരിപാടികളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളൊരു 360 വ്യൂവും പരിപാടികളൊക്കെ ഈ ഒരു സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളെ സെൻറ്ററിൽ വരുന്ന ഒരു മിറർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ്ടിയിലകത്ത് ആൾക്കാർ ഇരിക്കുന്ന സമയത്ത് ബാക്കിലേക്കുള്ള വിഷൻ പ്രോപ്പറായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ബാക്കിലൊരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ക്യാമറ ആക്സസ് ചെയ്യാൻ പറ്റും. ആ ഒരു ക്യാമറ ആക്സസ് ചെയ്യുക മാത്രമല്ല, അതിൻ്റെ ഒരുപാട് ഫങ്ഷനാലിറ്റി, അതായത് അതിൻ്റെ ബ്രൈറ്റ്നസ് പരിപാടികൾ, അങ്ങനെ ഒരുപാട് പരിപാടികൾ ഇതിൽ നിങ്ങൾക്ക് ക്രമീകരിക്കാനുള്ളൊരു ഓപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ നിസാനിൻ്റെ കാറുകളിൽ കിട്ടുന്ന ആ ഒരു സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് ഈ ഒരു കാറിന് കിട്ടിയിട്ടുള്ള ഒരുപാട് ഫങ്ഷണൽ കീസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. പാഡിൽ ഷിഫ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാധാരണ ഇതൊക്കെ കണ്ടു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു നമ്മുടെ മാക്സിമ പോലെയുള്ള കാറുകളിലാണ്. ഇതൊക്കെ കാണാൻ വേണ്ടി നല്ല രസമുണ്ട്. നല്ല ഈ ഒരു എന്താണെന്ന് പറയുക, ഒരു പ്രീമിയംനെസ് ഉണ്ട് ഇത് കാണുന്ന സമയത്ത്. ക്രൂസ് കൺട്രോൾ, അതുപോലെ നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനിൻ്റെ കൺട്രോൾ സ്വിച്ചസൊക്കെയാണ് നിങ്ങളിവിടെ കാണുന്നത്. നമ്മുടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെയാണ് വരുന്നത്. അതുപോലെ 2 USB പോർട്ട് നിങ്ങൾക്ക് അവിടെ കാണാം. ഒരു USB-Aയും അതുപോലെ USB-Cൻ്റെ ഒരു പോർട്ട് നിങ്ങൾക്ക് കാണാം. ഒരു 12 വോൾട്ട് ചാർജിങ് പോർട്ട് അവിടെ കാണാം. ഇവിടെ ഒരു വയർലെസ് ചാർജിങ്ങിൻ്റെ പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സെൻട്രൽ കൺസോളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. 2 ബോട്ടിൽ ഹോൾഡർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര രസമായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ CVT ഗിയറിൻ്റെ ഒരു ലിവർ വരാൻ നല്ല ഒരു പ്രീമിയം ഫീലിലൊരു ലിവറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ കാറിൽ ഒരുപാട് ഡ്രൈവിംഗ് മോഡ്സ് വരുന്നുണ്ട്. ഞാനിത് ഇവിടെ മാറ്റിയിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇതിൽ സ്നോ, ഓട്ടോ, അതുപോലെ ഓഫ് റോഡ്, ഇക്കോ, സ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രൈവിംഗ് മോഡ്സ് വന്നിട്ടുണ്ട്. ഡാഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ആ ഡോർ പാഡിലൊക്കെ കണ്ട ആ ഒരു ലെതർ ഫിനിഷൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ആ ഒരു ടിപ്പിക്കൽ ഒരു പ്ലാസ്റ്റിക് ഒക്കെ കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ ഒരു ചെറിയൊരു സിൽവർ എലമെൻ്റൊക്കെ ഇങ്ങനെ റണ്ണാവുന്നതാണ്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം നല്ല ഒരു ബിൽഡ് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്കിതൊക്കെ കാണുന്ന സമയത്ത്. അവിടെ ഒരു സ്പീക്കർ കാണാം. ഇവിടെയും ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഒക്കെ നല്ല രസമുണ്ട്. ഇവിടെ മുകളിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സൺഗ്ലാസ് വെക്കാനുള്ള ഒരു ഹോൾഡർ കാണാം. പിന്നെ അവിടെ നിന്ന് താഴോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ലാൻഡ് ക്രൂസർ LC 300 2023 വേർഷനിലൊക്കെ കണ്ടതുപോലെ തോന്നിപ്പിക്കുന്ന രീതിയിൽ 2 സൈഡിലോട്ട് ഓപ്പൺ ആവുന്ന ഒരു ആംറസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേസ് ഉള്ള ഒരു സ്റ്റോറേജ് സ്പേസ് തന്നെയാണ്. ഓവറോൾ കാണാൻ നല്ല ഒരു ഭംഗി, നല്ലൊരു പ്രീമിയംനെസ് ഉണ്ട്. ഇതിൻ്റെ തൊട്ട് താഴെ, അതായത് നമ്മുടെ സെൻട്രൽ കൺസോളിൻ്റെ താഴെയായിട്ടും ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കാണാൻ നല്ല രീതിയിൽ സ്പേസ് യൂസ് ചെയ്തിട്ടുണ്ട് ഈ കാറിനകത്ത്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്ലോ ബോക്സ് ഒക്കെ കിട്ടുന്നുണ്ട്. മൊത്തത്തിൽ നല്ല രീതിക്ക് ഈ ഒരു കാർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഒരു വലിയൊരു പനറോമിക് സൺറൂഫ് കിട്ടുന്നുണ്ട്. പിന്നെ വീണ്ടും ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ലൈറ്റ് കാണാം. അതിൻ്റെ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൈഡിലോട്ട് വരുമ്പോൾ ആ ഒരു സൺവൈസറും പരിപാടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ മിറർ വരുന്നുണ്ട്. അതൊക്കെ നല്ല രസമായിട്ട് നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷൊക്കെ നന്നായിട്ടുണ്ട്. സൈഡിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടിപ്പിക്കൽ ആ ഒരു സ്വിച്ചും പരിപാടികളൊക്കെയാണ്. ലെയിൻ അസിസ്റ്റൻ്റ് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹെഡ്സപ്പ് ഡിസ്പ്ലേൻ്റെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബാക്കിലെ ട്രങ്ക് ഓപ്പൺ ചെയ്യാനുള്ള ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ലിവറൊക്കെ നല്ല പ്രീമിയം ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത്. സീറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു പ്രീമിയംനെസ്സും നല്ല കംഫർട്ടബിളും ആയിട്ടുള്ളൊരു സീറ്റാണ്. ഇതിൽ ബെൻസ് പോലുള്ള ഒരു പരിപാടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഹീറ്റഡോ ഇല്ലെങ്കിൽ കൂൾഡ് ആയിട്ടുള്ള സീറ്റ്സ് ഒന്നും അല്ല. അത്യാവശ്യം നല്ല ഒരു കുഷനിങ് ആയിട്ടുള്ളൊരു സീറ്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഞാനിപ്പോൾ ഇരുന്നുകൊണ്ടിരിക്കുന്നത് ഡ്രൈവർ സീറ്റ് ഒരു 8-വേ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. എന്നാൽ നമ്മുടെ തൊട്ട് സൈഡിൽ ഈ ഒരു സീറ്റ് 4-വേ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു സീറ്റാണ്. നമ്മുടെ തൈ സപ്പോർട്ടിൻ്റെ കാര്യം പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ല, ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു തൈ സപ്പോർട്ട് തന്നെയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓവറോൾ നല്ലൊരു സീറ്റ് തന്നെയാണ്. നല്ല കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു സീറ്റ് തന്നെയാണ് നമ്മൾ ഈ ഒരു പുതിയ എക്സ്ട്രയിലിന് കൊടുത്തിട്ടുള്ളത്. ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ നേരത്തെ മുമ്പിൽ കണ്ടതുപോലെ തന്നെ ഒരു ഡുവൽ ടോൺ ആയിട്ടുള്ളൊരു ഡോർ പാഡ് തന്നെയാണ്. ഒരു ബീജ് കളറ്, മുകളിലൊരു പ്ലാസ്റ്റിക് എലമെൻറ്റും അതൊരു ബോട്ടിൽ ഹോൾഡറിലൊക്കെ വന്നിട്ടുള്ളൊരു ടിപ്പിക്കലായിട്ടുള്ളൊരു നിസാൻ്റെ ഒരു ഡോർ പാഡ് തന്നെയാണ്. ഇവിടെ ഒരു റിയർ വെൻ്റ് AC കൊടുത്തിട്ടുണ്ട്. 2 USB പോർട്ട്സ് കൊടുത്തിട്ടുണ്ട്, Cയും അതുപോലെ Aയും. ഇവിടെ ഒരു ചെറിയൊരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് കാണാൻ വേണ്ടിയിട്ട് രസമുണ്ട്.
ഒരു ചൈൽഡ് സീറ്റ് അവിടെ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ ബാക്ക് സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40-20-40 സ്പ്ലിറ്റാണ്. അപ്പം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള, അതായത് ഒരു ഏകദേശം ഒരു 90 ഡിഗ്രി, നമ്മളെ ടാറ്റയുടെ കാറിലൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു 90 ഡിഗ്രി ഓപ്പൺ ചെയ്യാൻ പറ്റിയൊരു ഡോറാണ് ഈ ഒരു കാറിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ ബാക്കിലിരിക്കാനും അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ്. അത്യാവശ്യം നല്ലൊരു ലെഗ് സ്പേസും പരിപാടികളൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാറൊന്ന് ഓടിച്ചു നോക്കാം അല്ലേ? വാ. സത്യം പറഞ്ഞാൽ നമ്മുടെ LC300 ഒക്കെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബോണറ്റിൻ്റെ സൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ബോണറ്റിൻ്റെ സൈസ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ കാറിൻ്റെ ഒരു ഡ്രൈവ് ഫീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ഡ്രൈവ് ഫീൽ തന്നെയാണ് കാറിന് കിട്ടുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു റൈഡാണ് നമുക്ക് ഈ കാർ തരുന്നത്. സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫ്ലഷി ആയിട്ടുള്ള സസ്പെൻഷനാണ്. റോട്ടിലുള്ള കുഴികൾ കാര്യങ്ങളൊന്നും ഭീകരമായിട്ട് അകത്തോട്ട് ഫീൽ ചെയ്യുന്നില്ല. ഭയങ്കര ഒരു അക്കോസ്റ്റിക് ആയിട്ടുള്ളൊരു സ്പേസ് തന്നെയാണ് ഇതിൻ്റെ അകത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പുതിയ എക്സ്ട്രേലിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കാറിൽ 7 എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. ABS, EBD, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, ബ്രേക്ക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ട്രാക്ഷൻ കൺട്രോൾ പോലുള്ള പരിപാടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കാറിൻ്റെ ട്രാൻസ്മിഷനെ കുറിച്ചും ഇതിൻ്റെ എഞ്ചിനെ കുറിച്ചും പറയുകയാണെങ്കിൽ ഇതിലൊരു 1.5 ലിറ്റർ ടർബോ പെട്രോൾ 3 സിലിണ്ടർ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. 3 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് ഇതിൽ വൈബ്രേഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഭീകരമായിട്ടുള്ള വൈബ്രേഷൻ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ 4 സിലിണ്ടറിൻ്റെ ആ ഒരു റിഫൈൻമെൻ്റ് ഒന്നും നമുക്ക് കിട്ടുന്നുമില്ല. ഇത് ഏകദേശം 161 bhpയും 300 Nm ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് റവ് ചെയ്യുന്ന സമയത്ത് നമുക്കങ്ങനെ ഭീകരമായിട്ടുള്ള ഒരു റഷോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ ഭീകര പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനൊന്നും അല്ല. പക്ഷേ നല്ല, അതായത് ഈ ഒരു കാറിൻ്റെ സൈസിനനുസരിച്ചിട്ടുള്ള നല്ലൊരു പെർഫോമൻസ് ഈ കാറിന് കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ ചവിട്ടിപ്പിടിച്ച് ഓടിക്കണം എന്ന് വിചാരിച്ചിട്ട് ആരും ഈ കാർ പോയി എടുക്കണ്ട. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ എഞ്ചിൻ്റെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് ഇതിലൊരു VC ടർബോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് വേരിയബിൾ കമ്പഷൻ റേഷ്യോ ടെക്നോളജി. അതായത് നമ്മൾ ലൈറ്റായിട്ട് പെഡൽ ഡൗൺ ചെയ്യുന്ന സമയത്ത് കുറച്ച് മാത്രമേ ഫ്യൂവൽ കൺസ്യൂം ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ടെക്നോളജിയാണ്. അതുകൊണ്ട് ഫ്യൂവൽ എഫിഷ്യൻസി കൂടുതലായിട്ട് കിട്ടുന്നതാണ് നിസാൻ പറയുന്നത്. പക്ഷേ ഫ്യൂവൽ എഫിഷ്യൻസിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ടുള്ളൊരു കണക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഇതിൻ്റെ ട്രാൻസ്മിഷൻ വന്നിട്ടുള്ളത് ഒരു CVT ട്രാൻസ്മിഷനാണ്. സാധാരണ CVT ട്രാൻസ്മിഷൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. CVT ട്രാൻസ്മിഷൻ കുറച്ച് ഫ്യൂവൽ എഫിഷ്യൻസി തരുമെങ്കിലും അതിൻ്റെ ഒരു ഓവറോൾ പെർഫോമൻസ് ഭയങ്കര ലാഗിയാണ്. അതായത് ഭയങ്കര റബ്ബർ ബാൻഡ് എഫക്റ്റൊക്കെ ഫീൽ ചെയ്യും നമ്മൾ സാധാരണ CVT ട്രാൻസ്മിഷൻ ഓടിക്കുന്ന സമയത്ത്. പക്ഷേ ഈ ഒരു കാറിൽ അങ്ങനെ ഭീകരമായിട്ടുള്ളൊരു റബ്ബർ ബാൻഡ് എഫക്റ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഇത് നിസാൻ്റെ ഒരു CVT ട്രാൻസ്മിഷൻ ആയതുകൊണ്ട് കൈ വെക്കുന്നതിന് മുന്നേ നിങ്ങൾ 2 പ്രാവശ്യം ഒന്ന് ആലോചിക്കണം. കാരണം നോർമലി നിസാൻ്റെ എക്സ്ട്രെയിലിൽ വരുന്ന CVT ട്രാൻസ്മിഷൻ, നോട്ട് ഓൺലി എക്സ്ട്രെയിൽ, നിസാൻ്റെ എല്ലാ CVT ട്രാൻസ്മിഷനിലും ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ളൊരു കാര്യങ്ങൾ അറിയണമെങ്കിൽ ദുബായ് റീജിയനിൽ, അതായത് GCC കൺട്രീസിലൊക്കെ ഈ ഒരു കാറ്, അതായത് നിസാൻ്റെ CVT ട്രാൻസ്മിഷൻ ഉപയോഗിക്കുന്ന ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു കാര്യം കിട്ടും. കാരണം നിസാൻ്റെ CVT ട്രാൻസ്മിഷനെ കുറിച്ച് വളരെ മോശം ഒരു എക്സ്പീരിയൻസ് ആണ് ഓവറോൾ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകളും ഈ ഒരു നിസാൻ്റെ കാറുകൾ എടുത്തിട്ട് പല പ്രാവശ്യം വർക്ക്ഷോപ്പിൽ കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു CVT ഐ എം നോട്ട് റെക്കമെൻഡിങ് ടു എനിവൺ. ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി ഒരു 4 വീൽ ഡ്രൈവുള്ള കാറാണ്. എന്നാൽ ഇന്ത്യയിൽ വരാൻ പോകുന്ന കാറിന് 2 വീൽ ഡ്രൈവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റൈവൽസ് സ്കോഡയുടെ കുഡിയാക്കാന്ന്, ഇല്ലെങ്കിൽ വോൾസ്വാഗൻ്റെ ടിഗ്വാനാന്ന്, ഇല്ലെങ്കിൽ ജീപ്പ് മെറിഡിയനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈവൻ ഫോർച്യൂണറൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ റൈവലാന്ന് പറഞ്ഞിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഒരു കാര്യമില്ല, ഇതിൻ്റെ ഈ ഒരു 2 വീലും കൊണ്ട് ആ വാഹനങ്ങളുടെ അടുത്തൊന്നും തീരെ പോയി നിൽക്കാൻ പോലും പറ്റില്ല. പ്രത്യേകിച്ച് ടിഗ്വാൻ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കാല് കൊടുക്കേണ്ട താമസം എടുത്തിട്ട് വലിച്ച് റോക്കറ്റൊക്കെ പോകുന്ന പോലെ പോയി കളയും. അത്രയും പെർഫോമൻസ് ഉള്ളൊരു കാറാണ്. അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കാൻ പോലും ഈ കാറിന് പറ്റില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒപ്പരം കോമ്പീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തീരെ അത് യോജിക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം ഇതിൻ്റെ മൈലേജാണ്. ഇന്ത്യൻസ് പൊതുവേ നമ്മൾ കാർ എടുക്കുന്നതിന് മുന്നേ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് മൈലേജ് ഉണ്ടോയെന്നാണ്. അപ്പം എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്, ഈ കാറിന് അങ്ങനെ ഭീകരമായിട്ടുള്ളൊരു മൈലേജ് ഒന്നുമില്ല. ഒരു 8, 9, 10 ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. മാക്സിമം ഒരു 10 ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മൈലേജ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിസാൻ ഇത് ഏകദേശം ഒരു 150 യൂണിറ്റ്സ് ആണ് CBU ആയിട്ട് ഇന്ത്യയിലോട്ട് കൊണ്ടുവരാൻ പോകുന്നത്. CBU ആയതുകൊണ്ട് തന്നെ ഒരു വലിയൊരു ടാക്സ് അതിൻ്റെ മുകളിൽ വരാൻ പോകുന്നുണ്ട്. ഒരു 40 to 50 lakhs എക്സ്ഷോറും നമുക്ക് ഈ കാറിന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും പൈസ കൊടുത്തിട്ട് ഞാൻ ഈ കാറ് വാങ്ങുമോ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വാങ്ങില്ല. ഞാൻ വേറെ ഏതെങ്കിലും ഒരു കാറിലോട്ട് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്ട്രെയിലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടും നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു ഊർജ്ജം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.